ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു മത്തി കൊണ്ടൊരു ചമ്മന്തി ഉണ്ടാക്കാം. ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മളൊരു മത്തി കൊണ്ടൊരു ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത്. ചെറിയ മത്തിയാണ്. അതുകൊണ്ട് നമുക്ക് ആദ്യം മുളകിട്ട് വറുത്തെടുക്കാം. മുളകെടുത്ത് എണ്ണയ്ക്കകത്ത് വറുത്ത് കോരിയെടുക്കാം. ആദ്യം നമുക്ക് മുളകാണ് വറുത്ത് കോരി എടുക്കേണ്ടത്. മുളക് വറുത്ത് കോരി എടുത്തതിന് ശേഷം നമ്മളിത് എണ്ണയ്ക്കകത്തുനിന്ന് ഈ മുളക് നമ്മൾ വറുത്ത് കോരി ഇനി നമുക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ശകലം ഇഞ്ചി, ഒരു ചെറിയൊരു പീസ് ഇഞ്ചി ഇട്ടിട്ടുണ്ട്. അത് ഇഷ്ടമുള്ളവർ ഇഞ്ചി ഇടും, ഇല്ലാത്തവർ ഇടത്തില്ല. നമ്മുടെ ഇഷ്ടമാണത്. അത് ഇതുപോലെ വെച്ചിട്ട് നമ്മളിത് കോരിയെടുക്കണം. കോരിയെടുത്തതിന് ശേഷം നമ്മൾ കുറച്ച് ഈ ഉള്ളിയുടെ കൂടെ തന്നെ ശകലം കറിവേപ്പിലയും കൂടെ നമ്മളിട്ട് കൊടുക്കണം. ഇത്ര കറിവേപ്പിലയും കൂടെ നമ്മളിതിനകത്ത് ഇട്ട് കൊടുക്കണം. കറിവേപ്പില ഒരു മണവും ടേസ്റ്റും ഒക്കെ ഉണ്ടാവും കറിവേപ്പില ഇടുമ്പോൾ. അപ്പോൾ നമ്മളത് ഇങ്ങനെ വറുത്ത് കോരി നല്ലതുപോലെ, ഒരു ഭയങ്കരമായിട്ടൊന്നും നോക്കണ്ട. നമ്മൾ ഈ പാത്രത്തിനകത്ത് ഭയങ്കര സൗണ്ട് കേൾക്കുന്നുണ്ട്, ക്ഷമിക്കണേ. ഞാൻ എത്ര ശ്രമിച്ചാലും സൗണ്ട് ഇല്ലാതെ ഇത് കോരി എടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് എല്ലാവരും ക്ഷമിക്കണം. ഇത് ഉള്ളി ഇങ്ങനെ വാടിയതിന് ശേഷം നമുക്കത് ഇത് നമുക്കിപ്പം ഈ ഉള്ളി വാടി ഒരുവിധം മൂത്തിട്ടുണ്ട്. നമുക്കത് കോരിയെടുക്കാം. അത് കോരിയെടുത്തതിന് ശേഷം നമുക്ക് മത്തി, ചെറിയ മത്തി കേട്ടോ, വലിയ മത്തി കിട്ടാനുമില്ല. പിന്നെ വലിയ മത്തിയെക്കാട്ടിൽ നല്ലത് ചെറിയ മത്തി തന്നെയാണ്. വലിയ മത്തിയുടെ ഒരു നെയ്യുടെ ഒരു മണമൊക്കെ വരും വലുതാണെങ്കിൽ. ചെറുതാകുമ്പം അങ്ങനെയുള്ളൊരു മണം ഉണ്ടാവില്ല. അതുകൊണ്ട് നമുക്ക് മത്തി പറക്കിയിട്ട് കൊടുക്കാം. നമ്മൾ മഞ്ഞൾപ്പൊടിയൊന്നും ചേർക്കുന്നില്ല, കാരണം ചമ്മന്തിക്ക് മഞ്ഞൾപ്പൊടിയൊന്നും ചേർക്കാറില്ലല്ലോ. അതുകൊണ്ട് മഞ്ഞൾപ്പൊടിയൊന്നും ചേർക്കുന്നില്ല. നമ്മളിതിങ്ങനെ മത്തി ഇങ്ങനെ നല്ലതുപോലെ മുറിച്ചെടുക്കുന്നു. നമുക്ക് ഓരോന്നിങ്ങനെ പറക്കിയിട്ട് കൊടുക്കാം. വെറും കുഞ്ഞൻ മത്തിയാണ്, വലിയ മത്തിയൊന്നും ഇല്ല, എങ്ങും ഇല്ല മീനൊന്നും. മരിഞ്ഞ് കിട്ടട്ടെ, അതുവരെ നമുക്ക് സ്റ്റൗവിലിങ്ങനെ ഇരുന്ന് വേവട്ടെ. മത്തിയുടെ ഒരു സൈഡ് തിരിഞ്ഞ് നമ്മളതിനെ അത് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുത്തത് ഒരു സൈഡ് നല്ലതുപോലെ മൊരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സൈഡ് തിരിച്ചിട്ട് കൊടുക്കാം. നമ്മുടെ കുഞ്ഞമ്മത്തി നന്നായി മൂത്തിട്ടുണ്ട്. നമുക്കത് കോരിയെടുക്കാം. നല്ലതുപോലെ നോക്കണം കേട്ടോ, അങ്ങനെ നമുക്ക് നന്നായി പൊടിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ. നല്ലതുപോലെ മൂത്തിട്ടുണ്ട്. നമ്മുടെ മീനെല്ലാം മൊരിഞ്ഞ് നമുക്ക് ഇതിന് ചേർക്കാനുള്ള ചെറിയ ഒരു കഷ്ണം കുഞ്ഞി പുളി ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. മീനുമകത്ത് അതൊന്ന് ചൂടാക്കിയിട്ട് എണ്ണയ്ക്കകത്തൊന്ന് ചൂടാക്കി എടുക്കാം. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ടിട്ട്
നമുക്ക് ജാറിനകത്തിട്ട് ഇതൊന്ന് ജാറിനകത്തല്ല അമ്മിക്കരയിൽ വെച്ചിട്ട് അരച്ചുകൊണ്ട് വരാം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ട്രൈ ചെയ്ത് നോക്കണേ.